ഹായ് ഒരു നമ്മൾ ബേസിക് ട്രിഗ്നോമെട്രിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഒരു നോളജ് ഒക്കെ നിങ്ങൾ നീറ്റുകാർക്ക് എന്ത് വേണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉണ്ടാവണം. സോ നമുക്ക് വീഡിയോയിലേക്ക് എന്ത് ചെയ്യണം കടക്കാം. ഓക്കെ, അപ്പം ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ എന്താണ് ട്രിഗ്നോമെട്രി പറഞ്ഞാൽ ഒന്നുമില്ല, ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ആംഗിൾസ് ആൻഡ് സ്റ്റഡി ഓഫ് ട്രയാംഗിൾസ് അല്ലെ. ട്രയാംഗിൾസും അതിനോട് അനുബന്ധപ്പെട്ടുള്ള ആംഗിൾസും ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റഡി ചെയ്യുന്നൊരു ബ്രാഞ്ചാണ് എന്ത് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. സോ ആംഗിൾസിന്റെ കാര്യം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് ആംഗിൾസ് ഉള്ള ഐഡിയ വേണം അല്ലേ. ആംഗിൾസ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ച സംഭവം തന്നെയല്ലേ. ഇതൊരു സർക്കിളിന്റെ ഒരു പോർഷൻ ആണ്, ആർക്ക് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഈ സബ്റ്റൻഡ് ചെയ്ത് കിടക്കുന്ന സാധനമാണ് എന്ത് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ നമ്മൾ കുറേ നമ്മൾ കുറേ പ്രോബ്ലംസ് ലോസ് ഓഫ് മോഷനിൽ അവിടെയൊക്കെ നമുക്ക് ആംഗിൾസിന്റെ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ ഇതാണ് ആംഗിൾ. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ജസ്റ്റ് ആർക്ക്, ഇത് ആർക്കാണ് അല്ലേ, ആർക്കാണ്. സോ ഇതിനെ ആർക്ക് ലെങ്ത് എന്ന് വിളിക്കും, ഇത് ആ ആർക്കിന്റെ റേഡിയസ് എന്ന് വിളിക്കാം, ഇത് അവിടെയുള്ള സബ്റ്റൻഡ് ചെയ്ത് കിടക്കുന്ന ആംഗിൾ എന്ന് വിളിക്കാം. സോ നിങ്ങൾ ഈ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, L is equal to R theta എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വിച്ച് മീൻസ് ആർക്ക് ലെങ്ത് is equal to റേഡിയസ് ഇൻറ്റു ആംഗിൾ സബ്റ്റൻഡ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സോ ഇവിടെ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ SI യൂണിറ്റ് എന്താ, ആംഗിളിന്റെ SI യൂണിറ്റ് എന്താ, ആംഗിളിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് റേഡിയൻസ് ആണ്, റാഡ് എന്നൊക്കെ പറയുന്നത് അല്ലേ. റാഡ് പെർ സെക്കൻഡ് എന്നൊക്കെ നിങ്ങൾ കാണില്ലേ ഒമേഗേന്റെ ഒക്കെ യൂണിറ്റ് ആയിട്ട് അല്ലേ. അപ്പോൾ റേഡിയൻസ് ആണ് SI യൂണിറ്റ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു യൂണിറ്റ് ഉണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്താ ഡിഗ്രി അല്ലേ. 30 ഡിഗ്രി 20 ഡിഗ്രി 15 ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ പ്രൊട്രാക്ടർ ഒക്കെ വെച്ച് മെഷർ ചെയ്യുമ്പോൾ ഡിഗ്രീസിലായിരിക്കും വരിക. സോ ആ ഡിഗ്രീസിലുള്ള സാധനത്തിനൊക്കെ നമ്മൾ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ഇക്വേഷനിലൊക്കെ ഇട്ട് കൊടുക്കാൻ. തീറ്റന്റെ വാല്യൂ റേഡിയൻസ് ആണ് SI യൂണിറ്റ് കേട്ടോ. സോ ഇതിൻ്റെ അതൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ 60 ഡിഗ്രി ആണെങ്കിൽ അത് നമ്മൾ എത്ര റേഡിയൻസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഇവിടേക്ക് കൊണ്ട് ചേർക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം കോമൺ ആയിട്ട് നമ്മൾ ഡിഗ്രിയാണ് ഉപയോഗിക്കുക, ഡിഗ്രി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഡിഗ്രി മെഷറാണ് യൂസ് ചെയ്യുക. സോ നിങ്ങൾക്കറിയാം 30 ഡിഗ്രി 40 ഡിഗ്രി അങ്ങനെയൊക്കെയുള്ള സാധനമാണ് അല്ലേ. അപ്പം എങ്ങനെ ഡിഗ്രി റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ വേണം. ഇനി ഏറ്റവും മെഷർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണോ? അല്ല, ഡിഗ്രീനേക്കാൾ ചെറിയ മെഷർ ചെയ്യാൻ പറ്റുന്ന ആംഗിൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഗ്രിയിൽ 60 മിനിറ്റുകളുണ്ട്, 60 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഒരു മിനിറ്റ് തന്നെ 60 × 60 3600 സെക്കൻഡുകൾ ഉണ്ട്. നോക്കിക്കോ, 60 × 60 അല്ലെങ്കിൽ 3600 സെക്കൻഡ് ഉണ്ട്. ഏതുപോലെ ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് എന്ന് പറയുന്നില്ല, അതേ ഒരു ഐഡിയ തന്നെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ അതിൽ 60 മിനിറ്റ് ആണ് അല്ലെങ്കിൽ 3600 സെക്കൻഡ്സ് ആണ്. ഓക്കെ അല്ലേ, പ്രശ്നമില്ലല്ലോ, ഇതൊന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ ഈ ഡിഗ്രീനെ റേഡിയൻസ് ആക്കി കൺവേർട്ട് ചെയ്യാന്നൊരു ഐഡിയ വേണം. നോക്കിക്കോ, ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് π/180 റേഡിയൻസ് ആണ്. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് π/180 റേഡിയൻസ് ആണ്. ഇത്രയും ഐഡിയ നിങ്ങൾക്ക് ആംഗിൾസിനെ പറ്റിയിട്ടുണ്ടാവണം. ഓക്കെ, L is equal to R theta ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തീറ്റ എന്തിലായിരിക്കണം, റേഡിയൻസിലായിരിക്കണം. ഓക്കെ അല്ലേ, പ്രശ്നമല്ലോ. ഇനി ഇതാ നോക്കിക്കോ, നമ്മളോട് ഇപ്പോൾ 60 ഡിഗ്രി എന്നൊക്കെ പറയാണ്, 60 ഡിഗ്രി എന്നൊക്കെ ചോദിച്ചാൽ അത് എത്ര റേഡിയൻസ് ആണ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 60 ഡിഗ്രി അല്ലേ. സോ 1ൻ്റെ കൂടെ 60 മൾട്ടിപ്ലൈ ചെയ്താണ് 60 ഡിഗ്രി വരിക. സോ ഇവിടെയും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ π/180 × 60, π/180 × 60 ചെയ്ത് എത്ര കിട്ടുക, 60ഉം 180ഉം കട്ട് ചെയ്താൽ താഴെ 3 വരും. സോ 60 ഡിഗ്രി പറഞ്ഞാൽ π/3 റേഡിയൻസ് ആണ്. ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഡിഗ്രി മെഷേഴ്സും ഇതേപോലെ തന്നെ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഒരു ഐഡിയ അറിഞ്ഞാൽ മതി. നോക്കിക്കോ, അപ്പോൾ ഡിഗ്രീനെ എങ്ങനെ റേഡിയൻസിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ആ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നോക്കിക്കോ, 30 ഡിഗ്രി എന്ന് വെച്ചാൽ എത്രയാടാ, π/6 റേഡിയൻസ് ആണ് അല്ലേ. 30 × π/180 ചെയ്തിട്ടാണ് നമുക്ക് π/6 കിട്ടുന്നത്. ഓക്കെ, അതായത് ഡിഗ്രീനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് അറിയാം റേഡിയൻസിലേക്ക്. ഓക്കെ, ഇനി നോക്കിക്കോ, 45 ഡിഗ്രി പറഞ്ഞാൽ π/4 റേഡിയൻസ് ആണ്, 60 ഡിഗ്രി പറഞ്ഞാൽ π/3 റേഡിയൻസ് ആണ്, 90 ഡിഗ്രി പറഞ്ഞാൽ π/2 റേഡിയൻസ് ആണ്, 180 ഡിഗ്രി പറഞ്ഞാൽ π ആണ്, 270 3π/2 റേഡിയൻസ് ആണ്, 360 പറഞ്ഞാൽ 2π റേഡിയൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ഇനി നോക്കിക്കോ, 120 സെക്കൻഡ്സ് എത്ര റേഡിയൻസ് ആണ്, 120 സെക്കൻഡ്സ് എത്ര റേഡിയൻസ് ആണ്. ഒരു പ്രശ്നവുമില്ല, സിമ്പിളാണ്. ആദ്യം നിങ്ങൾ ഈ സെക്കൻഡ്സിന് എന്തിലേക്ക് മാറ്റുക, ഡിഗ്രിയിലേക്ക് മാറ്റുക, എന്നിട്ട് ആ ഡിഗ്രീനെ റേഡിയൻസിലേക്ക് മാറ്റിയാൽ മതി അല്ലേ. അപ്പം സെക്കൻഡ്സിനെ നിങ്ങൾ ഡിഗ്രി ആക്കാൻ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, 3600 സെക്കൻഡിനെ വിളിക്കുന്ന പേരാണ് ഒരു ഡിഗ്രി. അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിൽ 3600 സെക്കൻഡുകൾ ഉണ്ട് അല്ലേ. നോക്കുക, നമ്മൾ ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ട് ഒരു ഡിഗ്രിയിൽ 3600 സെക്കൻഡ് ഉണ്ട്. സോ 3600 സെക്കൻഡാണ് ഒരു ഡിഗ്രി. സോ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/3600 ഡിഗ്രിയാണ്. 1/3600 ഡിഗ്രിയാണ്. സോ 120 സെക്കൻഡ് എത്രയാണെന്നല്ല നമ്മൾ അറിയേണ്ടത്. സോ 120 സെക്കൻഡ് ശ്രദ്ധിച്ചോ. സോ 120 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കടാ, ഇതിൻ്റെ കൂടെ 120 മൾട്ടിപ്ലൈ ചെയ്ത് 1ൻ്റെ കൂടെ 120 മൾട്ടിപ്ലൈ ചെയ്താൽ 120 സെക്കൻഡ്സ് ആയി. അതേപോലെ അവിടെയും 120 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ 120/3600 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പം 120 സെക്കൻഡ്സിന് നമ്മൾ എന്തിലേക്ക് മാറ്റി, ഡിഗ്രിയിലേക്ക് മാറ്റി. ഈ ഡിഗ്രി റേഡിയൻസിലേക്ക് ആക്കാൻ നിങ്ങൾക്ക് അറിയാലോ. സോ ഇത് കട്ട് ചെയ്തൊക്കെ കളയുകയാണെങ്കിൽ എന്താണ് വരിക, ഈ 0യും 0യും നമുക്ക് അവിടെ കട്ട് ചെയ്ത് കളയാം. ഈ 12ഉം 36ഉം കട്ട് ചെയ്താൽ താഴെ എത്ര വരിക, 12 3s are 36. സോ 1/30 എന്ന് വരും.
അപ്പോൾ നോക്കിക്കോ 120 seconds എന്ന് പറഞ്ഞാൽ 1/30 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ? ഈ ഡിഗ്രീനെ നിങ്ങൾക്ക് റേഡിയൻസിലേക്ക് മാറ്റാൻ പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം ഞാൻ പഠിപ്പിച്ച കാര്യമാണ്, ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻസ് ആണ്. ഒരു ഡിഗ്രി പറഞ്ഞാൽ π/180 റേഡിയൻസ് ആണ്. സോ 1/30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 1/130 മൾട്ടിപ്ലൈ ചെയ്യുക. 1/30 മൾട്ടിപ്ലൈ ഇതിൻ്റെ കൂടെ 1/30 മൾട്ടിപ്ലൈ ചെയ്യുക. സോ അതേ കാര്യം അവിടെയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിക്കോ 1/30 ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ നോക്കിക്കോ 1/30 ഡിഗ്രി, അതായത് 1ൻ്റെ കൂടെ 1/30 മൾട്ടിപ്ലൈ ചെയ്ത് ഇനി മറ്റേ സൈഡിലും 1/30 മൾട്ടിപ്ലൈ ചെയ്യുക. സോ π/180 ഇൻറ്റു 1/30 റേഡിയൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര വരിക? പൈ ഉണ്ട് ബൈ 18 ഇൻറ്റു 3 എത്രയാ? 54 വരും അല്ലേ? 5400 റേഡിയൻസ്. ഇതാണ് അപ്പോൾ ആൻസർ വരിക. നോക്കിക്കോ, അപ്പോൾ π/5400 റേഡിയൻസ് ആണ് ആൻസർ വരിക. നിങ്ങൾക്ക് എന്താണ് പൈ 3.14 ഒക്കെ കൊടുത്താൽ ഒരു ഡെസിമൽ ആൻസേഴ്സും കിട്ടും അല്ലേ? പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ അല്ലടാ? കഴിഞ്ഞു. ഇത്രയും കാര്യം നമ്മളവിടെ കഴിഞ്ഞു. അപ്പം സെക്കൻഡ്സ് എങ്ങനെ റേഡിയൻസിലേക്ക് മാറ്റാം, അതേപോലെ തന്നെ എന്താണ് സെക്കൻഡ്സ്, എന്താണ് മിനിറ്റ്സ്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി എത്ര എന്താണ് റേഡിയൻസ് ആണ്, അല്ലെങ്കിൽ റേഡിയൻസ് എങ്ങനെ ഡിഗ്രിയിലേക്ക് മാറ്റാം, ആ ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടി അല്ലേ? പിന്നെ L=r θ പറയുമ്പോൾ ഈ ഇക്വേഷനിലൊക്കെ തീറ്റ എന്തിലേക്ക് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കണം? നമുക്ക് റേഡിയൻസിലേക്ക് മാറ്റിയിട്ട് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആ ട്രിഗ്നോമെട്രിയിലേക്ക് കടക്കാൻ പോകണം. ആംഗിൾസിനെ പറ്റിയൊരു ധാരണയുണ്ട്. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലേ? സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട്, കൊസീക്ക് ഉണ്ട്, സീക്ക് ഉണ്ട്, അതേപോലെ തന്നെ കോട്ട് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ എഴുതിയിട്ടില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും. നോക്കിക്കോ, അപ്പം ഓരോ ആംഗിൾസിന് കറസ്പോണ്ട് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് വാല്യൂസ്, അല്ലെങ്കിൽ എന്താണ് സൈൻ 0 എത്രയാണ്, സൈൻ 30 എത്ര, 45 എത്ര, 60 എത്ര, 90 എത്ര നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നോക്കിക്കോ, സൈൻ 0 പറഞ്ഞാൽ 0 ആണ്, സൈൻ 30 പറഞ്ഞാൽ 1/2 ആണ്, സൈൻ 45 പറഞ്ഞാൽ 1/√2 ആണ്, സൈൻ 60 പറഞ്ഞാൽ √3/2 ആണ്, സൈൻ 90 പറഞ്ഞാൽ 1 ആണ് അല്ലേ? ഇനി കോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഈ സംഭവത്തിന്റെ വാല്യൂസ് ഒക്കെ നേരെ തിരിച്ചിട്ടാൽ മതി അല്ലേ? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, കോസ് 30 പറഞ്ഞാൽ √3/2 ആയിരിക്കും, കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആയിരിക്കും, കോസ് 60 പറഞ്ഞാൽ 1/2 ആയിരിക്കും, കോസ് 90 പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ വാല്യൂസ് അപ്പം ഒന്നിന്റെ പഠിച്ചാൽ മറ്റേതൊക്കെ ഇതിന്റെ തിരിച്ചിടുന്നതിന് അല്ലേ? ഈ ടാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ടാൻ എന്ന് പറഞ്ഞാൽ ഈ സൈൻ ബൈ കോസ് വാല്യൂ ചെയ്താൽ മതി. ടാൻ എന്ന് പറഞ്ഞാൽ ഈ സൈൻ ബൈ കോസ് ചെയ്താൽ മതി. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ 0/1 എത്ര വരിക? 0 വരും. 1/2/√3/2 എത്ര വരിക? 1/√3. 1/√2/1/√2 എത്രയാടാ? 1. √3/2/1/2 എത്രയാണ്? √3 കട്ടോ, √3 വരും അല്ലേ? 2 2 കട്ടായി പോയാൽ √3 വരും. പിന്നെ 1/0 പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ വാല്യൂസ് വരിക. ഈ നമ്മൾ കൊസീക്കൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കൊസീക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കൊസീക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? സൈനിൻ്റെ റെസിപ്രോക്കലാണ്. അതായത് 1/സൈനെയാണ് നമ്മൾ കൊസീക്ക് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ 1/കോസിനെ വിളിക്കുന്ന പേരാണ് എന്താ? സീക്ക്. സീക്ക്. ഓക്കെ, ഇനി ഇതാ 1/tan തീറ്റനെ വിളിക്കുന്ന പേരായിരിക്കും എന്ത്? കോട്ട് തീറ്റ. സോ ഇപ്പോൾ നമ്മളോട് ഒരാൾ റാൻഡം ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചത് എന്താണ്? ഇപ്പോൾ കൊസീക്ക് 30 എത്രയാന്ന് ചോദിച്ചു. കൊസീക്ക് 30 എത്രയാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അത് 1/sin 30 കൊസീക്ക് 30 എത്ര ചോദിച്ചാൽ അത് 1/sin ആണ്. കാരണം കൊസീക്ക് പറഞ്ഞാൽ സൈൻ്റെ റെസിപ്രോക്കൽ അല്ലേ? കൊസീക്ക് 30 പറഞ്ഞാൽ 1/sin 30 ആണ്. സിക്വൽ ടു 1/sin 30ൻ്റെ വില എത്രയാണ്? sin 30 1/2 ആണ്. സോ ആ വാല്യൂ കൊടുത്ത് നോക്കി നോക്ക്. 1/1/2 എത്രയാണ്? 1/1/2 ഒക്കെ പറഞ്ഞാൽ ഞാൻ ഫ്രാക്ഷൻസ് ഒക്കെ ഇനി മുന്നേ എടുത്താണ്, നേരെ 2 മുകളിലേക്ക് പോകും അല്ലേ? സോ കൊസീക്ക് 30 എന്നൊക്കെ പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആരെയും നമ്മളോട് പറഞ്ഞതാ സീക്ക് 30 കാണാൻ പറഞ്ഞു. സീക്ക് 30 പറഞ്ഞാൽ ഒന്നുമില്ല, 1/cos 30നെ വിളിക്കുന്ന പേരാണ്. നോക്കിക്കോ, സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ് അല്ലേ? സോ സീക്ക് 30 പറഞ്ഞാൽ 1/cos 30 എത്രയാണ്? √3/2 ആണ്. √3/2 ആണ്. സോ 1/√3/2 എന്ന് പറഞ്ഞാൽ 2/√3 ആയിരിക്കും. അപ്പം ഈ ഒരു ലോജിക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേടാ? അത് മൊത്തം ഞാൻ താഴത്തെ ടേബിൾസിലേക്ക് ഇങ്ങനെ വരച്ച് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾസ്, അല്ലെങ്കിൽ സൈൻ ഓഫ് 30, 45, 60, 90, അതേപോലെ തന്നെ കോസ് ഓഫ് 30, 45, 60, 90, ടാൻ ഓഫ് ഇത്രയും വാല്യൂസ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ ഈ ചില ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് കാണാം സൈൻ 37 എത്രയാണ്, അതേപോലെ തന്നെ സൈൻ 53 എത്രയാണ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ചെറിയൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നോക്കിക്കോ, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നോക്കിക്കോ, ഇവിടെ 37 ഡിഗ്രി, ഓക്കെ, ഇവിടെ 90, ഓക്കെ, ഇവിടെ 90, ഇവിടെ 37, ഇവിടെ 90 ആണെങ്കിൽ മറ്റേത് 180 - 37 + 90 അല്ലെങ്കിൽ 53 ഒക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ മനസ്സിലുണ്ടായിക്കോ. 3, 4, 5 ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. നോക്കിക്കോ, ഇവിടുന്ന് വേണേൽ നിങ്ങൾ സൈൻ 37 എന്ന് കണ്ടുപിടിച്ച് നോക്കുക. സൈൻ 37 എത്രയാണെന്ന് നോക്കി നോക്കുക. സൈൻ 37, അവിടെ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ബൈ, നോക്കോ, സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ടാൻ എന്ന് പറഞ്ഞാൽ എന്താ?
ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ വേണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഒരു ഐഡിയ വേണം. ഇതാ ഇവിടുത്തെ സൈൻ 37 അപ്പോൾ പറഞ്ഞു നോക്ക്. സൈൻ 37ന്റെ വാല്യൂ എത്ര വരിക? സൈൻ 37 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് ആരാ വരുന്നത്? 3. സോ 3 ബൈ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് 5. 3/5 ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇതാ കോസ് 37 എത്രയാണെന്ന് ചോദിച്ചു. എത്ര ആയിരിക്കും ഇവിടെ വരിക? കോസ് 37 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കോസ് 37 എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസാ. സോ 4/5. ഓക്കെ, ഇനി ആരെങ്കിലും ടാൻ 37 ചോദിച്ചു. ടാൻ 37 എന്തായിരിക്കും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 3/4 ആയിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലും മതി. അല്ലേ? അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ കൊസീക്കും മറ്റേ ആ ഒരു സീക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഞാൻ മായ്ക്കുകയാണ്. അത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 1/sin ആണ് കൊസീക്ക്. സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. അതിൻ്റെ ഒക്കെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്. സോ ഞാൻ ഇവിടെ ഈ വാല്യൂസ് ഒക്കെ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പം ഇത്രയും വാല്യൂസ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ടാൻ 37 3/4, ടാൻ 37 3/4, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ടാൻ 37 3/4, സൈൻ 37 3/5, കോസ് 37 4/5. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പറഞ്ഞുകൂടെ സൈൻ 53 എത്രയാണെന്ന് പറഞ്ഞുകൂടെ? സൈൻ 53 കണ്ടുപിടിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇത് 53 ആയിരിക്കും. കാരണം എന്താ? ഇവിടെ 90 ആണ് വരുന്നത്. 37ഉം 90യും കൂടെ കൂട്ടി, ഇനി 53 കൂടെ കൂട്ടിയാൽ 180 വരിക. ഒരു ട്രയാങ്കിളിനുള്ളിൽ 180 അല്ല ടോട്ടൽ വരണ്ടേ? സോ ഈ ട്രയാങ്കിൾ നേരെ ഇങ്ങനെ തിരിച്ചു വെച്ച് നോക്കി. 53 ഇവിടെ വന്ന് സൈൻ 53 എത്ര ആയിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് 4 ബൈ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് 5. സോ സൈൻ 53 എന്ന് പറഞ്ഞാൽ 4/5 ആയിരിക്കും. ഓക്കെ, സൈൻ 53 എത്ര ആയിരിക്കും? 4/5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോസ് 53 എത്ര ആയിരിക്കും? കോസ് 53 പറഞ്ഞാൽ ഇതാ ഈ ട്രയാങ്കിളിന്റെ 53 ഇവിടെയാണ്. സോ അഡ്ജസന്റ് ഇവിടെ 3. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 5. സോ 3/5 ആയിരിക്കും. കോസ് 53 3/5 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ എന്താണ് ടാൻ 53 എത്ര ആയിരിക്കും? സൈൻ ബൈ കോസ് ചെയ്താൽ മതി. അപ്പം 4/3 ആയിരിക്കും വരിക. സോ ഈ വാല്യൂസ് ഒക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. നമ്മൾ ലോസ് ഓഫ് മോഷനിലൊക്കെ ചില സാധനങ്ങൾ റിസോൾവ് ചെയ്യാൻ ഈ ആംഗിൾസ് ഒക്കെ നമ്മളോട് ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ തരാം, നോക്കിക്കോ. ഇപ്പം എന്താ പറയുക, ഇവിടെ ഇതൊരു ഫോഴ്സാണ്. ഒരു 25 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊരു 37 ഡിഗ്രിയിലാണ് ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എവിടെ? എക്സ് ആക്സിസുമായിട്ട്. സോ ഈ കമ്പണന്റ്, ഈ ഫോഴ്സ് കമ്പണന്റ് എത്രയാണ്? അതായത് ഫോഴ്സ് കമ്പണന്റ് അലോങ് എക്സ് എത്രയാണ്, ഫോഴ്സ് കമ്പണന്റ് അലോങ് വൈ എത്രയാണ് നിങ്ങളോട് ചോദിച്ചു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന കമ്പണന്റ് എപ്പോഴും കോസ് കമ്പണന്റ് ആയിരിക്കും. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന കമ്പണന്റ് കോസ് കമ്പണന്റ് ആയിരിക്കും. ആംഗിളിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന കമ്പണന്റ് സൈൻ കമ്പണന്റ് ആയിരിക്കും. സോ എഫ് എക്സിന് നമുക്ക് എന്ത് എഴുതാം? എഫ് കോസ് കമ്പണന്റ് അല്ലേ? എഫ് കോസ് 37 എഴുതാം. ഈ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 25 ആണ്. സോ 25 ഇൻറ്റു കോസ് 37 ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ അല്ലേ? ഇനി ഇതെന്തായിരിക്കും? എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? എഫ് മീൻസ് ആംഗിളിൻ്റെ അടുത്ത് ദൂരെ മാറി കിടക്കുന്ന കമ്പണന്റ് സൈൻ ആയിരിക്കും. സോ എഫ് സൈൻ 37 ആയിരിക്കും ഇത് വരിക. ഓക്കെ, അപ്പം ഇത് വേണമെങ്കിൽ സോൾവ് ചെയ്തുകൂടെ? എഫിന്റെ വാല്യൂ നമുക്ക് അറിയാം. എത്ര? 25 അല്ലേ? ഇതിൻ്റെ വാല്യൂ 25 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 25 ഇൻറ്റു സൈൻ 37 എത്രയാണ് നോക്കിക്കോ? സൈൻ 37 3/5 സോ 3/5 എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കട്ടായിപ്പോയി അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 3 അല്ലേ? 15 എന്ന് വരും. സോ ഇവിടുത്തത് 15 എന്താണ്? ജെ ആയിരിക്കും അല്ലേ? ഇവിടുത്തെ എത്ര ആയിരിക്കും? ഇവിടുത്തെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുകൂടെ? 25 ഇൻറ്റു കോസ് 37 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 4/5 ആയിരിക്കും. ഈ വാല്യൂസ് ഒന്ന് ജസ്റ്റ് അപ്പോൾ നോക്കുക. ഓക്കെ, വാല്യൂസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും? നമുക്ക് 5 വരും അല്ലേ? 5 4 20. സോ ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഓക്കെ അല്ലേ? സോ 20i-യും 15j-യും ആയിരിക്കും കമ്പണൻസ് ആയിട്ട് വരിക, ഫോഴ്സിൻ്റെ കമ്പണൻസ് ആയിട്ട് വരിക. ഓക്കെ അല്ലേ? പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടാവുക. ഇത് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇത്രയും ഐഡന്റിറ്റീസ് നിങ്ങൾ മനസ്സിലുണ്ടാവണം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആയിരിക്കും. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആയിരിക്കും. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ 1 ആയിരിക്കും. നീറ്റുകാർക്ക് സാധാരണ ഈ ഒരു ഐഡിയ എങ്കിലും ഉണ്ടാവുന്നത് മതിയാവും. ഓക്കെ, പക്ഷെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം നമ്മൾ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഐഡന്റിറ്റി സൈഡ് നിങ്ങൾ പഠിക്കാം. ഇനി നമ്മൾ പറയാനുള്ളത് മൾട്ടിപ്പിൾ ആംഗിൾസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള എന്താണ്? ഡബിൾ ആംഗിൾ ഫോർമുലസിനെ പറ്റിയിട്ടാണ്. ഡബിൾ ആംഗിൾ ഫോർമുലസ്, അതായത് സൈൻ തീറ്റ എന്ന് മാറ്റിയിട്ട് സൈൻ 2 തീറ്റ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എക്സ്പാൻഷൻസ് നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും. എക്സ്പാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ സൈൻ 2 തീറ്റ ഒക്കെ കയറി വരാം. സൈൻ 2x അതിന് നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് അപ്പോൾ ഈ ഐഡന്റിറ്റീസ് ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. നോക്കിക്കോ, സൈൻ 2 തീറ്റ പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആയിരിക്കും. 2 സൈൻ തീറ്റ കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അതേപോലെ തന്നെ ടാനിൻ്റെ ടേംസിലേക്ക് ഇങ്ങനെയും പറയാം. 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അതൊക്കെ
ഓക്കെ, ഇനി അതേപോലെ തന്നെ കോസ് 2 തീറ്റ എന്താണ് വരിക എന്ന് ഒരു ഐഡിയ വേണം. കോസ് 2 തീറ്റ പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരാം, അല്ലെങ്കിൽ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരാം. ഇൻ ടേംസ് ഓഫ് ടാൻ നമുക്ക് അങ്ങനെ എഴുതാം എന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ വലുതാക്കാൻ പറ്റും. എങ്ങനെ അറിയോ? എടാ, നമുക്ക് അറിയുന്ന കാര്യമാണ് സൈൻ സ്ക്വയർ തീറ്റ. നോക്കിക്കോ, സൈൻ സ്ക്വയർ തീറ്റ പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം അല്ലേ. സൈൻ സ്ക്വയർ തീറ്റനെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സോ ഇവിടെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റനെ എന്ത് എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സോ 2 മൈനസ് വരുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആവും. സോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ -1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ -1 എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? 2 കോസ് സ്ക്വയർ തീറ്റ -1 എന്ന് എഴുതാൻ പറ്റും. 2 കോസ് സ്ക്വയർ തീറ്റ -1 എന്ന് എഴുതാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നോക്കിക്കോ, ഇനി നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. കോസ് സ്ക്വയർ തീറ്റനെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സോ അങ്ങനെ എഴുതുകയാണെങ്കിൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ വരും. 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്നും വരും. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഈ 3 ഇക്വേഷൻസും ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്നും സാധാരണ വരാറില്ല, പക്ഷെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് പറയുമ്പോൾ എല്ലാം പറയുന്നു. ഇത് ടാൻ 2 തീറ്റ പറഞ്ഞാൽ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാടാ? ഒന്ന് ഓർത്ത് വെക്കുക. 1 2 3. അപ്പോൾ ഡബിൾ ആംഗിൾ ഫോർമുലാസ് നമ്മൾ ജസ്റ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കോ, അഡീഷൻ ഫോർമുലാസ് ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി എന്ത് വരും? സൈൻ ഓഫ് എ മൈനസ് ബി എന്ത് വരും? കോസ് ഓഫ് എ പ്ലസ് ബി എന്ത് വരും? കോസ് ഓഫ് എ മൈനസ് ബി എന്ത് വരും? ഇത്രയേ ഉള്ളൂ. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആയിരിക്കും. സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആയിരിക്കും. ഒരു പാറ്റേണിൽ പഠിച്ചു വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു. നോക്കിക്കോ, ഇനി സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതേ സാധനമായിരിക്കും, അവിടെ നടുവിൽ വരുന്നത് പ്ലസിന് പകരം മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് എ മൈനസ് ബി എന്തായിരിക്കും വരിക? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കഴിഞ്ഞു. ഈ കോസ് ഓഫ് എ പ്ലസ് ബിയിൽ ഒരു വ്യത്യാസം വരും. അതായത് ഇവിടെ ഒരു സൈൻ ടേമും ഇവിടെ ഒരു കോസ് ടേമും അല്ല വന്നേ. കോസ് വരുമ്പം 2 കോസ് ടേമും ആദ്യം വരും. ഓക്കെ, 2 കോസ് ടേംസും ആദ്യം വരും. നോക്കിക്കോ, കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി ആയിരിക്കും. ഇനി പ്ലസ് ആണ് ഇവിടെ എങ്കിൽ നിങ്ങൾ അടുത്തത് മൈനസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, പ്രശ്നമല്ലോ. സോ കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് എ മൈനസ് ബി എന്തായിരിക്കും? കോസ് എ കോസ് ബി. ഇനി മൈനസ് അല്ല ആദ്യം പറഞ്ഞത്, എ മൈനസ് ബി അല്ലേ പറഞ്ഞത്. സോ പ്ലസ് സൈൻ എ സൈൻ ബി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താ? സിമ്പിളാണ്. സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ, സൈൻ ഓഫ് എ മൈനസ് ബി പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇനി കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി പ്ലസ് അല്ല ആദ്യം പറഞ്ഞത്, സോ മൈനസ് സൈൻ എ സൈൻ ബി. ഇനി കോസ് ഓഫ് എ മൈനസ് ബി എന്തായിരിക്കും? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. കഴിഞ്ഞാടാ. ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതാ ടാൻ ഓഫ് എ പ്ലസ് ബിയും ടാൻ ഓഫ് എ മൈനസ് ബിയും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. സാധാരണ ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട അവസരങ്ങൾ വളരെ കുറവാണ്. ജസ്റ്റ് നോക്കുക. അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ടാൻ ഓഫ് എ പ്ലസ് ബി പറഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി. ടാൻ എ പ്ലസ് ടാൻ ബി ആദ്യം ന്യൂമറേറ്ററിൽ വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഓക്കെ, 1 മൈനസ് ടാൻ എ ടാൻ ബി. ഓക്കെ, ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇവിടെ ഒരു മൈനസ് വരുന്നത് ഓർത്താൽ മതി. ഇവിടെ പ്ലസ് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ അവിടെ ഒരു മൈനസ് ടേമാണ് വരുന്നത്. ഓക്കെ, സോ ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഇതാ ടാൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ ഏത് ഫോമിൽ തന്നെ ആയിരിക്കും? ടാൻ എ മൈനസ് ടാൻ ബി. നോക്കിക്കോ, ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് വന്നുകൊണ്ട് ഡിനോമിനേറ്ററിൽ പ്ലസ് ആയിരിക്കും 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് ക്വാഡ്രന്റിനെ പറ്റിയോ ആ സൈൻ കൺവെൻഷനെ പറ്റിയും പറഞ്ഞാൽ ട്രിഗ്നോമെട്രിൻ്റെ ഒരു മേജർ പാർട്ട് നമ്മളവിടെ കഴിയുകയാണ്. ഓക്കെ, അപ്പോൾ ക്വാഡ്രൻസും സൈൻ കൺവെൻഷനും നോക്കിക്കോടാ. നിങ്ങൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആംഗിൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ മെഷർ ചെയ്ത് തുടങ്ങുക. നോക്കിക്കോ, ഇവിടുന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ബാക്കോട്ട് വരിക ചെയ്യുക അല്ലേ. അയ്യോ എല്ലാം പോയോ. ഇവിടെ നമ്മളിങ്ങനെ മെഷർ ചെയ്ത് ഇങ്ങനെ വരിക ചെയ്യുക അല്ലേ. സോ ഇവിടുന്ന് ഇത് 0 ആണ്, ഇത് 90 ആണ്, ഇത് 180 ആണ്, ഇത് 270 ആണ്, 360 ആണ്. ഇങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്ത് വരുന്നത് അല്ലേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്താണ് സൈൻ ഓഫ് 30 എന്ന് പറഞ്ഞാൽ അത് ഈ ക്വാഡ്രന്റിലാണ് വരിക, അല്ലെങ്കിൽ സൈൻ 30 പറഞ്ഞാൽ ഈ ക്വാഡ്രന്റിലായിരിക്കും വരിക. സൈൻ 120 എന്ന് പറഞ്ഞാൽ അത് ഈ ക്വാഡ്രന്റിലായിരിക്കും വരിക. സോ നമുക്ക് അതിനെ എങ്ങനെ എളുപ്പത്തിൽ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കാം. അതായത് സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ എന്തായിരിക്കും, അങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോ, സിമ്പിളാണ്. സോ ഈ ക്വാഡ്രന്റ് അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുക, സെക്കൻഡ് ക്വാഡ്രന്റ് ഇതാണ്, തേർഡ് ക്വാഡ്രന്റ് ഇതാണ്, ഫോർത്ത് ക്വാഡ്രന്റ് ഇതാണ്. സോ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും എന്താണ്? പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണ്. സൈന് പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, സൈൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും എന്തായിരിക്കും അവിടെ? പോസിറ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണ്. സോ സൈൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് ക്വാഡ്രന്റിൽ ആരായിരിക്കും പോസിറ്റീവ് വരിക? ടാൻ ആയിരിക്കും പോസിറ്റീവ് വരിക. ഓക്കെ, ടാൻ ആയിരിക്കും പോസിറ്റീവ് വരിക. സോ ഈ ക്വാഡ്രന്റിൽ ടാൻ ആയിരിക്കും പോസിറ്റീവ്. അപ്പോൾ ടാൻ പോസിറ്റീവ് ആണെങ്കിൽ
അവിടെ നമുക്ക് എന്തും കൂടെ പോസിറ്റീവായിട്ട് വരിടാ, കോട്ട്, അതിൻ്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവായിട്ട് വരും. ഫോർത്ത് ക്വാഡ്രന്റിൽ ആരായിരിക്കും, കോസ് ആണ് പോസിറ്റീവായിട്ട് വരിക, കോസ് ആണ് പോസിറ്റീവ് വരിക. അങ്ങനെയാണെങ്കിൽ കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കും ഇവിടെ പോസിറ്റീവായിരിക്കും. ഇത് എന്തിനാ പറഞ്ഞതെന്നുള്ള ഐഡിയ ഇപ്പം നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ എല്ലാവരും പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന്, തേർഡ് ക്വാഡ്രന്റിൽ ടാന്, ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ്. ഇത്രയും ആൾക്കാർ പോസിറ്റീവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ ഇതാ ASTC അല്ലേ, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നോ അങ്ങനെ എന്തെങ്കിലും പല പല കോഡ് ഉണ്ട്, അതൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കുക. നിങ്ങൾ പഠിച്ച എന്താണോ അത് തന്നെ പോയിക്കോട്ടെ, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി അതിൻ്റെ യൂസ് എവിടെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. 90 - θ വരുന്നതായിരിക്കും, സൈൻ ഓഫ് 90 - θ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈൻ 90 - θ ഏത് ക്വാഡ്രന്റിലാണ് വരിക നോക്കിക്കോ. ഇതാണ് 90 അല്ലേ, 90 - θ പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്, 90 + θ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് പോകണം. 90 - θ പറഞ്ഞാൽ ഇവിടെയാണ് കിടക്കുക. സോ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കിടക്കുക. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് 90 - θ എന്താ കിട്ടുകയെന്ന് ഒരു ഐഡിയ വേണം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 90 or 270 ഒക്കെ വരികയായിരിക്കും, സൈൻ ഓഫ് 90 + θ അല്ലെങ്കിൽ സൈൻ ഓഫ് 90 - θ അല്ലെങ്കിൽ എന്താണ് സൈൻ ഓഫ് 270 + θ അല്ലെങ്കിൽ സൈൻ ഓഫ് 270 - θ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ 90 270 ടേംസിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ സൈന് വരുന്ന ആളെയൊക്കെ എന്താക്കി മാറ്റണം, കോസ് ആക്കി മാറ്റേണ്ടി വരും. കോസ് വരുന്ന ആളെ സൈൻ ആക്കിയിട്ട് എഴുതേണ്ടി വരും, ടാന് വരുന്ന ആളെ കോട്ടാക്കിയിട്ട് എഴുതേണ്ടി വരും. 90 or 270 ആണെങ്കിൽ. ഓക്കെ, 180 or 360 ആയിട്ടാണ് നമ്മൾ ഈ ആംഗിൾ പറയുന്നതെങ്കിൽ 180ൻ്റെ എത്ര ടേംസ് അല്ലെങ്കിൽ 180 മൈനസ് അല്ലെങ്കിൽ 360 മൈനസ് അല്ലെങ്കിൽ 360 പ്ലസ് അല്ലെങ്കിൽ 180 പ്ലസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ മാറ്റണ്ട. സൈൻ ആണെങ്കിൽ സൈൻ തന്നെ വരും, കോസ് ആണെങ്കിൽ കോസ് തന്നെ വരും. ആ ഒരു ഐഡിയ ആണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. അപ്പം സൈൻ ഓഫ് 90 - θ പറയുമ്പോൾ സൈൻ ആദ്യം തന്നെ നമ്മൾ മാറ്റണം. എന്തിലേക്ക് മാറ്റണം, കോസിലേക്ക് മാറ്റേണ്ടി വരും, കോസ് തീറ്റയിലേക്ക് മാറ്റേണ്ടി വരും. സൈൻ 90 - θ പറഞ്ഞാൽ കോസ് തീറ്റ, കോസ് 90 - θ പറഞ്ഞാൽ അത് സൈൻ ആക്കിയിട്ട് മാറ്റേണ്ടി വരും, സൈൻ ആക്കിയിട്ട് മാറ്റി വരും. ഇനി മൈനസോ പ്ലസോ എന്നുള്ളത് നമുക്ക് ആ ക്വാഡ്രന്റ് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാം. നോക്കിക്കോ, അതേപോലെ തന്നെ ടാൻ ഓഫ് 90 - θ പറഞ്ഞാൽ എന്തായിരിക്കും, മാറ്റണം. 90 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചിടുക, കോട്ടിലേക്ക് ആക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അതാ 90. ഇപ്പം ഇതിൻ്റെയൊക്കെ വാല്യൂസ് ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് നോക്കാം. നോക്കിക്കോ, അപ്പം സൈൻ ഓഫ് 90 - θ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്, ഇവിടെ ഒരു ക്വാഡ്രന്റ് വരയ്ക്കാം. നോക്കിക്കോ, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഇവിടെ എല്ലാവരും പോസിറ്റീവാണ്. നോക്കിക്കോ, ഇവിടെ എല്ലാവരും പോസിറ്റീവാണ്, ഇവിടെ സൈന് പോസിറ്റീവാണ്, ഇവിടെ ടാന് പോസിറ്റീവാണ്, ഇവിടെ കോസ് പോസിറ്റീവാണ് അല്ലേ. സോ എല്ലാവരും പോസിറ്റീവാണ് അല്ലേ. സോ സൈൻ ഓഫ് 90 - θ ഇവിടെയാണ് കിടക്കുന്നത്, സൈൻ ഓഫ് 90 - θ ഇവിടെ ആയിരിക്കും കിടക്കുന്നത്, അവിടെ ആയിരിക്കും കിടക്കുന്നത്. സോ സൈൻ ഓഫ് 90 - θ പറഞ്ഞാൽ കോസ് തീറ്റ മനസ്സിലായി അല്ലേ, കോസ് തീറ്റ. അതാ നേരത്തെ തന്നെ എന്ത് ചെയ്യാം, 90 കാണുകയാണെങ്കിൽ സൈൻ ഉള്ളത് കോസ് ആക്കാം. ഓക്കെ, കോസ് എന്താക്കുക, 90 കാണുകയാണെങ്കിൽ അപ്പം തന്നെ എന്താക്കുക, അത് സൈൻ ആക്കുക. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ടാൻ കാണാണ്ട് കോട്ടാക്കുക. അപ്പോൾ ഇവിടെയാണ് വരിക. ഇനി ഇത് മൈനസോ പ്ലസോ എന്ന് ആലോചിക്കണം. സൈൻ ഓഫ് 90 - θ അല്ലേ, ആ ക്വാഡ്രന്റിൽ സൈൻ എന്താ നോക്കുക, ആ ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവാണ്. സോ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് വരിക. ഓക്കെ, ഇയാൾ പോസിറ്റീവ് ആണോ എന്നല്ല നോക്കേണ്ടത്, ആ ക്വാഡ്രന്റിൽ ഇയാൾ എന്താണ് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചാണ് ഇവിടെ സൈൻ ഇട്ട് കൊടുക്കേണ്ടത്. ആ ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പോസിറ്റീവ് അല്ലേ, സോ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ കോസ് ഓഫ് 90 - θ നോക്കാം. കോസ് ഓഫ് 90 - θ പറഞ്ഞാൽ അത് ഈ ക്വാഡ്രന്റിനില്ലേ, എല്ലാം ഈ ആ ക്വാഡ്രന്റിലുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, കോസ് ഓഫ് 90 - θ സൈൻ തീറ്റ മനസ്സിലായത്, പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. എന്തായിരിക്കും, അവിടെ എല്ലാവരും പോസിറ്റീവാ, സോ കോസ് പോസിറ്റീവാണ്, കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ അതിന് പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ടാൻ ഓഫ് 90 - θ ആ ക്വാഡ്രന്റിൽ അവിടെ എല്ലാവരും പോസിറ്റീവ് ആയതുകൊണ്ട് ടാന് പോസിറ്റീവാണ്, സോ നമുക്കതിനെ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി കോസ് 90 അല്ലെങ്കിൽ സൈൻ 90 + θ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 90 + θ പറഞ്ഞാൽ ക്വാഡ്രന്റ് മാറിയിടാം. 90 + θ പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാ, ഈ ക്വാഡ്രന്റാ. 90 + θ ഇങ്ങോട്ടേക്കാണ് തീറ്റ മാറി കിടക്കുന്നത്, 90 + θ. സോ അവിടെ ആരാണ് പോസിറ്റീവ്, സൈനാണ് പോസിറ്റീവ്, സൈനും കൊസീക്കും ആണ് പോസിറ്റീവ് അല്ലേ. സോ നമുക്ക് സൈൻ ഓഫ് 90 + θ എന്താ വരിക നോക്കാം. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ 90 or 270 വന്നാൽ നേരെ തിരിച്ചിടണം അല്ലേ. സോ സൈന് വരുന്നത് കോസ് തീറ്റ ആവുന്ന ഉറപ്പാണ് അല്ലേ. അതേപോലെ തന്നെ കോസ് വരുന്നത് സൈൻ തീറ്റ ആവുന്ന നിങ്ങൾക്ക് ഉറപ്പാണ്, ടാന് വരുന്നത് കോട്ട് തീറ്റ ആവുന്ന ഉറപ്പാണ്. ഇനി സൈന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. എടാ 90 + θ ഈ ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് അല്ലേ, സൈന് പോസിറ്റീവ് ആണ്. ഇവിടെ ഉള്ള ആൾ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. സോ പ്ലസ് കോസ് തീറ്റ ആയിരിക്കും വരിക. ഓക്കെ അല്ലേ, മനസ്സിലാക്കുക. ഇനി കോസ് 90 + θ എന്തായാലും സൈൻ തീറ്റ എന്ന് മനസ്സിലായി. ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. ഈ ക്വാഡ്രന്റിൽ കോസ് എന്താണ്, ഈ ക്വാഡ്രന്റിൽ കോസ് എന്താണ്, കോസ് നെഗറ്റീവ് ആണ്. സോ ഇവിടെ ആ ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അതേ ക്വാഡ്രന്റിൽ തന്നെ എന്താണ്, ടാൻ ഓഫ് 90 + θ ഈ ക്വാഡ്രന്റ് തന്നെയല്ലേ വരുന്നത്, ആ ക്വാഡ്രന്റിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അവിടെ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ടാന് പോസിറ്റീവ് അല്ല, ടാന് പോസിറ്റീവ് അല്ല, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ, ഐഡിയ മനസ്സിലായി. ഇതേപോലെ തന്നെ അടുത്തേലെങ്കിലും അപ്ലൈ ചെയ്തോ. സൈൻ ഓഫ് 270 - θ ഏതാണ്, 270 എന്ന് പറഞ്ഞാൽ ഇതെവിടെ കിടക്കുക, 270. സോ 270 - θ പറഞ്ഞത് ഈ ക്വാഡ്രന്റിലാണ് വരിക, 270 - θ പറഞ്ഞാൽ ഈ ക്വാഡ്രന്റിലാണ് വരിക. സോ ഈ ക്വാഡ്രന്റിൽ ആരാണ്, ടാൻ ആണ് പോസിറ്റീവ്, ആ ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ്. സോ നമുക്ക് ഒരു കാര്യം
ഉറപ്പിക്കാം. സൈൻ 270 മൈനസ് തീറ്റ പറഞ്ഞാൽ കോസ് തീറ്റയാണ് വരിക. കോസ് 270 മൈനസ് തീറ്റ പറഞ്ഞാൽ സൈൻ തീറ്റയാണ് വരിക. ടാൻ 270 മൈനസ് തീറ്റ പറഞ്ഞാൽ അത് കോട്ട് തീറ്റയാണ് വരിക. പ്ലസോ മൈനസോ നീ ഒറ്റയടിക്ക് പറയാൻ പറ്റും. നോക്കിക്കോ, ആ ക്വാഡ്രന്റിൽ സൈന് നെഗറ്റീവാണ്. സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ മൈനസ് ഇട്ട് കൊടുക്കാം. ഇനി ആ ക്വാഡ്രന്റിൽ കോസ് എന്താണ്, നെഗറ്റീവാണ്. സോ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആ ക്വാഡ്രന്റിൽ ടാന് പോസിറ്റീവാണ്. സോ ഇവിടെ നിങ്ങൾ പ്ലസ് ഇട്ട് കൊടുക്കണം. കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത 270 പ്ലസ് തീറ്റേൻ്റെ കാര്യങ്ങൾ ഇതേപോലെ തന്നെ പറഞ്ഞോ. 270 പ്ലസ് തീറ്റയാണ്. സോ 270 90 കാണുകയാണെങ്കിൽ സൈൻ ഉള്ളത് കോസ് ആവും, കോസ് തീറ്റയായി. ഓക്കെ, അതാ കോസ് 270 കാണുന്നത്. സോ 270 ആണെങ്കിൽ അത് അപ്പം തന്നെ സൈൻ തീറ്റയായി. ടാൻ 270 ആണ് കാണുന്നത്, അപ്പോൾ തന്നെ അത് എന്തായി, കോട്ട് തീറ്റയായി. ഇനി പ്ലസോ മൈനസോ എന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കിക്കോ, ആ കോഡറിൽ നോക്കിക്കോ, ഈ കോഡറിൽ അല്ലേ 270 പ്ലസ് തീറ്റ പറഞ്ഞാൽ ഇതാണ് 270 വരുന്നത്. 270 പ്ലസ് തീറ്റ പറഞ്ഞാൽ ആ കോഡറിൽ എത്തി. ഓക്കെ, ആ കോഡറിൽ ആരാണ് പോസിറ്റീവ്, കോസ് ആണ് പോസിറ്റീവ്. സോ സൈന് വരുന്ന സംഭവം എന്തായിരിക്കും, സൈൻ ഓഫ് 270 പ്ലസ് തീറ്റേൻ്റെ ഭാഗത്ത് സൈൻ എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും, സൈന് നെഗറ്റീവ് ആയിരിക്കും. സൈന് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ മൈനസ് ഇട്ട് കൊടുക്കാം. അവിടെ കോസ് ആണോ നെഗറ്റീവ് എന്നല്ല നിങ്ങൾ നോക്കണ്ട്, ഇവിടെ വരുന്ന ആൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കിയിട്ട് വേണം ഇവിടെ സൈൻ ഇട്ട് കൊടുക്കാൻ. ഓക്കെ അല്ലേ, അത് കഴിഞ്ഞ് ഇനി കോസ് ഓഫ് 270 പ്ലസ് തീറ്റ നോക്കിക്കോ. കോസ് ഓഫ് 270 പ്ലസ് തീറ്റ പറഞ്ഞാൽ ഈ കോഡറിൻ്റെ ആണ് മനസ്സിലായി. അവിടെ സൈൻ തീറ്റയാണ് വരിക എന്ന് മനസ്സിലായി. 270 90 വന്നാൽ സൈൻ ആവും നിങ്ങൾക്ക് മനസ്സിലായി. കോസ് ഉള്ളത് സൈൻ ആവും. ഇനി ആ കോഡറിൽ കോസ് പോസിറ്റീവാണ്. കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ പോസിറ്റീവാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ, ഇനി അതേപോലെ തന്നെ ടാൻ ഓഫ് 270 പ്ലസ് തീറ്റ, ഇവിടെ കോസ് ആണ് പോസിറ്റീവ്, ടാൻ നെഗറ്റീവ് ആണ്. സോ ടാൻ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ മൈനസ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ ഐഡിയ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ അല്ലേ, ഈ ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഓക്കെ ആണല്ലോടാ, ഓക്കെ ആണല്ലോ. ഇതേപോലെ തന്നെ 180 മൈനസ് തീറ്റ, 180 പ്ലസ് തീറ്റ, 360 മൈനസ് തീറ്റ, 360 പ്ലസ് തീറ്റ വാല്യൂസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നോക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ ക്വാഡ്രന്റ് വരയ്ക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ എല്ലാവരും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാന് പോസിറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവാണ്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ആ ഒരു ഐഡിയയിൽ ഓർത്ത് വെക്കുക. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ട്രിഗ്നോമെട്രിയിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഐഡിയാസ്. ഓക്കെ, ഇനി ഇതാ കോസ് 120ൻ്റെ വിലയും സൈൻ 15ൻ്റെ വിലയും നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ. കുഴപ്പമൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം സൈൻ കോസ് 120 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വേണമെങ്കിൽ ഇതാ ജസ്റ്റ് കോഡൻ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. ഇതാ കോസ് 120, ഇതാ നോക്കിക്കോ, കോസ് 120 ആണ് കാണേണ്ടത്. നോക്കിക്കോ, കോസ് 120 എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 30 ആയിട്ട് എടുക്കാം അല്ലേ, 90 പ്ലസ് 30 ആയിട്ട് എടുക്കാം. അപ്പോൾ നോക്കിക്കോ, കോസ് 120 ഞാൻ എഴുതാൻ പോകണം. നോക്കിക്കോ, കോസ് 90 പ്ലസ് 30 എന്ന് എഴുതാൻ പറ്റും. കോസ് 90 പ്ലസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും, പ്രശ്നമല്ലോ. അപ്പോൾ കോസ് 90 പ്ലസ് തീറ്റ എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അത് ഏത് കോഡൻ്റായി? ഈ കോഡൻ്റാ, സെക്കൻഡ് കോഡൻ്റാ. അപ്പം 90 പ്ലസ് എന്ന് പറഞ്ഞ ടേം വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കോസ് ഉള്ളത് സൈൻ ആകണം. ഓക്കെ, ഇനി ആ ക്വാഡ്രന്റിൽ സൈൻ ആണ് പോസിറ്റീവ്, കോസ് പോസിറ്റീവ് അല്ല. സോ മൈനസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. സോ മൈനസ് സൈൻ തീറ്റ വരിക. കോസ് 90 പ്ലസ് തീറ്റ എന്തായിരുന്നു? മൈനസ് സൈൻ തീറ്റ ആയിരുന്നു. കോസ് 90 പ്ലസ് തീറ്റ എന്തായിരുന്നു? മൈനസ് സൈൻ തീറ്റ ആയിരുന്നു അല്ലേ. അപ്പോൾ മൈനസ് സൈൻ തീറ്റ, ഇവിടെ തീറ്റേൻ്റെ വാല്യൂ 90 പ്ലസ് തീറ്റ വാല്യൂ ഇവിടെ 30 വരുന്നത്. സോ മൈനസ് സൈൻ 30 എന്ന് വെച്ചാൽ മൈനസ് 1/2 ആണ് വരിക. ഓക്കെ അല്ലേ, ഇത് ഇങ്ങനെ തന്നെ ചെയ്യണോ ചോദിച്ചാൽ കുഴപ്പമില്ല, ഇതല്ലാണ്ടും ചെയ്യാം. എങ്ങനെ? കോസ് 120 അല്ലേ ചോദിച്ചത്, ഇതിനെ വേണമെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതിക്കൂടെ? അതാ കോസ് ഓഫ് 90 പ്ലസ് 30 എന്ന് എഴുതിക്കൂടെ? കോസ് ഓഫ് 90 പ്ലസ് 30 എന്ന് എഴുതാം. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെയാണ് വരിക? കോസ് എ കോസ് ബി, ഇതാ കോസ് എ കോസ് ബി, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് സൈൻ എ വാല്യൂ 90 ഇൻറ്റു സൈൻ 30. ഇങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. സോ നോക്കിക്കോ, കോസ് 90 പറഞ്ഞാൽ എത്രയാടാ? കോസ് 90 പറഞ്ഞാൽ 0യാ. കോസ് 30 പറഞ്ഞാൽ എത്രയാണ്? √3/2 ആണ്. മൈനസ് സൈൻ 90 പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലേ. സൈൻ 30 എത്രയാണ്? 1/2 ആണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്താൽ നമുക്ക് ആ ആൻസറിന് കിട്ടുന്നത് 0 ഇൻറ്റു √3/2 പറഞ്ഞാൽ എത്രയാടാ? 0 മൈനസ് 1 ഇൻറ്റു 1/2 -1/2. സോ ആൻസർ എത്രയാണ് വരുന്നത്? -1/2 ആണ് വരുന്നത്. ഓക്കെ, ഈ ഐഡിയാസ് ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി അതേപോലെ തന്നെ സൈൻ 15 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 15 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സൈൻ ഓഫ് എന്ത് എഴുതാം? സൈൻ ഓഫ് 45 മൈനസ് 30 എന്ന് എഴുതാം. സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാം. 45 മൈനസ് 30 15 അല്ലേ. സോ ഇത് എക്സ്പാൻഡ് ചെയ്തോ, സൈൻ എ കോസ് ബി എന്താണ് ബാക്കി ഇവിടെ എന്താ വരിക? മൈനസ് കോസ് എ സൈൻ ബി, മൈനസ് കോസ് 45 സൈൻ 30. ഇങ്ങനെ ചെയ്താൽ മതി. സോ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടും. സൈൻ 45 എത്രയാടാ? 1/√2 ആണ്. കോസ് 30 എത്രയാണ്? √3/2 ആണ്. മൈനസ് കോസ് 45 എത്രയാണ്? 1/√2 തന്നെയാണ്. സൈൻ 30 എത്രയാണ്? 1/2 ആണ്. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ എത്രയാണ് വരിക? അത് √3/2√2 നോക്കോ, √3/2√2 മൈനസ് 1/2√2 -1/2√2 അല്ലേ.
√3/2√2 - 1/2√2. സോ ഇത് ചെയ്തിട്ടുണ്ട് √3 - 1 √3 - 1/2√2 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. എന്താണ് √3ന്റെ വാല്യൂ 1.73 ആണ്. സോ 1.73 - 1/2 ഇൻറ്റു √2ന്റെ വാല്യൂ 1. എത്രയാടാ 414 എന്നൊക്കെ പറയും. ഇത് ചെയ്താൽ മതി. അപ്പം 0.73/2 ഇൻറ്റു 1.4 ഇതൊക്കെ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആൻസർ എഴുതാൻ പറ്റും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോമിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റിന് അനുസരിച്ച് നിങ്ങൾ അതിങ്ങനെ മാറ്റി എഴുതിയാൽ മതി. സോ അതായിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓക്കെ അല്ലടാ, പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ട്രിഗ്നോമെട്രിയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ സാധനമൊക്കെ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഈ ട്രയാങ്കിൾ ഓർത്ത് വെക്കുക, മീൻസ് ഈ വാല്യൂസ് ഒക്കെ ഓർത്ത് വെക്കുക. പിന്നെ കൊസീക്ക് എന്താണ്, ആ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ബേസിക് ട്രിഗ്നോമെട്രി വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ട്രിഗ്നോമെട്രീൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുമെന്ന് ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.